അല്ലേ? ഇതിനു മുമ്പ് ഗാനങ്ങളൊക്കെ നിസാം പാടിയിട്ടുള്ളതാണ് ഈ പാട്ട്? പാടിയിട്ടുണ്ട്. ഒരുപാട് ഗാനങ്ങൾ വേദിയിൽ പാടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാട്ടാണ്. എൻ്റെ പേരിൽ ഒരു ഉടുപ്പും ചലിപ്പില്ലാതെ അസലായിട്ട് പാടാനുള്ള ശ്രമമാണ് അല്ലേ? വേൾഡി പാട്ട് ശീലമുള്ള പാട്ടാണ്. അപ്പൊ അതിന്റെ പേരിൽ പ്രാക്ടീസ് അങ്ങനെ ടെൻഷൻ വേറൊന്നും ഉണ്ടാവില്ല അല്ലേ? നല്ല കോൺഫിഡൻസ് ഉണ്ടാവും. ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ? ഡാൻസേഴ്സ് ഉണ്ട്. അപ്പൊ ആഘോഷമാക്കാം നമുക്ക് ഈ ഗാനം. ആഘോഷമായിരുന്നു ഒരു കല്യാണം. ശരിക്കും ഒരു കല്യാണ വീട്ടിൽ ചെന്ന് ഒരു പ്രതി നിങ്ങൾ ശരിക്കും എല്ലാവരും എല്ലാ ഗ്രൂപ്പുകളിലും നിങ്ങൾ ഒരു സിസ്റ്റേഴ്സാണ് ഇരിക്കുന്നത്. കണ്ടു പെട്ടെന്ന് എല്ലാത്തിനും ഒരേ ചായ അവിടെ നോക്കിപ്പോ ചിലപ്പോൾ ഇനിയിപ്പോ ഇത് ഈ കോസ്റ്റ്യൂമിൽ നിന്നൊക്കെ മാറി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എല്ലാവരും ഒരുപോലെ ഇരിപ്പുണ്ട്. മണവാട്ടി സ്ഥിമ അല്ലേ? സ്ഥിരം മണവാട്ടി. പിന്നെ നിങ്ങളുടെ ബോയ്സും നിങ്ങൾ ഭയങ്കര പവർഫുൾ ആയിരുന്നു പ്ലേ ചെയ്തൊക്കെ. നല്ല പവറുണ്ട് നിങ്ങളുടെ എല്ലാ ഡാൻസിനും, നല്ല പവറുണ്ട്. ഇനി നമ്മുടെ ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് ഇവിടുന്ന് കൊടുക്കല്ലേ മിത്ര? നന്നായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പോൾ നാദോഷ്ക പറഞ്ഞ പോലെ നല്ലൊരു പവർ ഉണ്ടായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഇതായിരുന്നു അവരുടെ. പിന്നെ ആ സോങ്ങും നല്ല അങ്ങനത്തെ ഒരു ഇതുള്ളതായിരുന്നു.
പിന്നെ രണ്ടാളും ഡാൻസ് ചെയ്യാനുള്ള അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിരുന്നു. നന്നായിരുന്നു അത്. പാട്ടൊക്കെ കഴിഞ്ഞ് വിട്ട് പോവാതെ രണ്ടാളും നന്നായി ചെയ്യുന്നത്. എനിക്കൊന്ന് ഞാൻ കണ്ടതിൽ ആദ്യമായിട്ട് പാർട്ടിസിപ്പൻസ് ഡാൻസ് ചെയ്യുന്നത് നന്നായി ചെയ്തത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തത്തിലൊരു ആഘോഷം തന്നെ ആയിരുന്നു. ഒരു നല്ല ഒപ്പന കണ്ടു. ഇത്ര ആരെങ്കിലും കല്യാണത്തിന് ഇതുപോലെ മുസ്ലിം കല്യാണത്തിന് ദിവസം പോയിട്ടുണ്ടോ? ഞാൻ അങ്ങനെ പോയിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനും സ്ഥിരം മണവാട്ടിയായിരുന്നു. വേറെ ഒന്നും ചെയ്യണ്ടല്ലോ, ബാക്കി 20 മതി, കുറച്ച് നാടകം കാണിച്ചു. ശരിക്കും മണവാട്ടി വെറും മണവാട്ടികള് ഒരു പണിയും ചെയ്യാറില്ല, ചുമ്മാ ഇരിക്കാറുണ്ട്. പക്ഷെ ഈ മണവാട്ടി കുറെ അഭിനയിക്കണ്ടായിരുന്നു. ആ ശരിയാ, ഈ മണവാട്ടി കുറെ അഭിനയിക്കാൻ മൊത്തത്തിൽ എല്ലാവരും ഡാൻസേഴ്സ് ആണെങ്കിൽ എല്ലാം നന്നായിരുന്നു. അപ്പൊ എന്തായാലും ഇതേപോലെ തന്നെ അടുത്തതും നന്നായി ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. നിസാം ഗോൾഡി നന്നായിരുന്നു കേട്ടോ പാടിയത്. സന്തോഷത്തോടെ പിന്നെ അവിടെ ഒന്ന് പാടും. കൂട്ടി പാടാൻ പറ്റില്ലത്. നീലാകാശത്തിന്റെ തെളിമായി ചന്ദ്രൻ വിലസുമ്പോൾ മഹമൂദ് സന്തോഷത്തോടെ നോക്കി നിന്നിടുമ്പോ. ഇപ്പൊ കുറച്ചെന്തെങ്കിലും ഒന്ന് ജോയിന്റ് ആയി. മറ്റേ സന്തോഷ പിന്നെ തോടെ വന്ന് അതേപോലെ. പിന്നെ ഒരു പ്രശ്നം ആയിഷാന്റെ ഹൃദയം അവിടെ കുറച്ചൊരു പിന്നെ മോള് ആ മോള് പാടി നിർത്തുന്ന സ്ഥലത്ത് ഒരു സ്റ്റൈൽ എടുക്കുന്ന മാതിരി തോന്നുന്നു. ഒന്ന് പാടുവാണ്, ഒന്ന് പാടും. ഒന്നുകൂടി തുറന്നും പാടിക്കൂടാണ്. ആ ഹൃദയ അങ്ങനെ തന്നെയാണ് അതിന്റെ വേർഡ്സ് എഴുതിയല്ലേ, ഹൃദയ അല്ലേ, അങ്ങനെ തന്നെയാണ് അതില്ലേ. അതുകൊണ്ടായിരിക്കും. പിന്നെ ഒന്നുകൂടെ കല്യാണ രാവ് വന്നപ്പോ താളത്തിലൊന്നും ചെറിയൊരു വെളിച്ചിൽ വന്നു അല്ലേ. പിന്നെ അത് ശരിയായി. ഞാൻ വിചാരിച്ച് നോക്കിയാണത്, അത് പൊട്ടി പോവാണ്. പക്ഷെ കറക്റ്റ് പിന്നെ റെഡി ആയി വന്നു. വേറൊന്നും എനിക്ക് പറയാനുള്ളതിൽ നന്നായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശരി, അതിന്റെ ശ്രുതി ഇറക്കിയിട്ടില്ലേ? വെണ്ണോട്ട് ഇറക്കിയത്. ആ സീക്കുള്ള കാരണം എനിക്കത് മനസ്സിലാവും. കാരണം 15 വർഷമായി ഞാൻ ഈ പാട്ട് പാടുന്നത്. ഏകദേശം 5000-ന് മുകളിൽ പാടിയിട്ടുണ്ടാവും. ഞാൻ എല്ലാ പരിപാടിക്കും പാടുന്ന ഒരു പാട്ടാണ്. കാരണം ഭയങ്കര ടെമ്പോ ആണ് ഈ പാട്ട്. അതുകൊണ്ട് അല്ല, ടോട്ടലി പാടിയത് ഗുഡ്. രണ്ടാളും നന്നായി പാടിയിട്ടുണ്ട്. എനിക്കറിയാം നന്നായിട്ട് പാടിയിട്ടുണ്ട് അവർ. പറയത്തക്ക അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു നിസാമിന്. അതുപോലെ അതൊരു ജമ്പ് ചെയ്തു. അതൊരു പെർഫോം ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമാണ്. അതൊരു വലിയ ഒരു ഫോൾട്ടൊന്നുമല്ല. പിന്നെ ഗോൾഡി ദാമ്പത്യ പൂങ്കാവിതിലായി വന്നു നിൽക്കുന്നേ, അങ്ങനെ ആ നോട്ടിലാണ് ശരിക്കും ആ ഒരു കണക്ഷൻ. സ്പീഡിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. സിബിലേച്ചി പാടിയാന്ന് തോന്നുന്നു. അത് നല്ല കിടിലായിട്ട് അത് പാടിയിട്ടുണ്ട്. അത് വ്യക്തതയോടുകൂടിയാണ് സിബിലേച്ചി പാടുക. ഭാവിയങ്ങൾ നേർവീട്. പക്ഷെ ടോട്ടലി നല്ല രസമായിരുന്നു. നല്ല ഗോൾഡിന്റെ പെർഫോമൻസ് ഒക്കെ ഉഗ്രനായിരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി നിങ്ങൾക്ക് ഗുഡാണോ ബാഡാണോ എക്സലന്റ് ആണോ? നിസാം ഗുഡ്. ഗോൾഡിന്റെ ടെൻഷൻ എന്താവും? ഗുഡ്. പക്ഷേ നിസാം ഗുഡ്. ഗോൾഡി ഗുഡ്. നിസാമും ഗുഡ്. നല്ലൊരു ഗാനം കേട്ടു, നല്ലൊരു നൃത്തം കണ്ടു. ഇനി നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ നിന്ന് കുറച്ച് എല്ലാവരും ഒഴിഞ്ഞു പോകുമ്പോൾ കുറച്ച് സമയം എടുക്കില്ലേ? ഒരു മിനിറ്റെങ്കിലും. സോ ബ്രേക്ക്.